ടോപ്പിക്ക് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് പ്രഗ്നൻസിയാണ്. അപ്പോൾ ഗർഭകാലങ്ങളിലുണ്ടാകുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ, അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഫ്രം ദ ഇതിൻ്റെ ആദ്യം മുതലേ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ബോഡിയിൽ certain ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ്, അക്കോമഡേഷൻ ചേഞ്ചസ്, പോസ്ചറൽ ചേഞ്ചസ് ആൻഡ് ഓൾസോ മെറ്റാബോളിക് ചേഞ്ചസ്. ഈ ചേഞ്ചസ് എല്ലാം കൊണ്ടാണ് ഈ ആന്റിനേറ്റൽ മദറിന് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതോടുകൂടി തന്നെ നമ്മൾ പറയുന്നു ഓൾ ദ സിസ്റ്റംസ് ആർ അഫക്റ്റഡ്. എല്ലാ സിസ്റ്റത്തിനെയും ഈ ചേഞ്ചസ് എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഓൾ ദ സിസ്റ്റംസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം. അതിൽ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് നോസിയ ആൻഡ് വോമിറ്റിംഗ്. നോസിയ വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ദ നോസിയ വോമിറ്റിംഗ് ഈസ് എക്സസ്, ദാറ്റ് ഈസ് സിമ്പിൾ അല്ല, ഇറ്റ് ഈസ് വളരെയധികം കൂടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വി വിൽ സേ ദാറ്റ് ഷീ ഈസ് ഹാവിങ് ഹൈപ്പറെമിസിസ് ഗ്രാവിഡേറം. ആ നോസിയ വോമിറ്റിംഗ് ഒക്കെ കൂടുതലാകുന്ന ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് ഹൈപ്പറെമിസിസ് ഗ്രാവിഡേറം. ഇഫ് ദ നോസിയ വോമിറ്റിംഗ് ഈസ് ഇൻ സിവിയർ, ദാറ്റ് ഈസ് ദേ നീഡ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഹൈപ്പറെമിസിസ് ഗ്രാവിഡേറം എന്നുള്ളത്. പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു ടൈലിസം. എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം തെളിയുന്നു, ദാറ്റ് ഈസ് വായിക്കൊരു ടേസ്റ്റ് ഇല്ലാതെ വരുന്നു, വായിൽ വെള്ളം തെളിയുന്നു. ആൻഡ് ദെൻ അനദർ വൺ ഈസ് പൈക്ക. ഇഫ് ദ അന്നേറ്റൽ മദർ ഈസ് ഹാവിങ് കാർവിംഗ് ഫോർ certain foodstuffs, that will be natural or unnatural. നാച്ചുറൽ ആയിരിക്കാം, അറ്റ് ദ സെയിം ടൈം അൺനാച്ചുറൽ. നാച്ചുറൽ വലിയ പ്രശ്നം വരുന്നില്ല, പക്ഷേ ഇഫ് ഇറ്റ് ഈസ് അൺനാച്ചുറൽ ലൈക്ക് കോൾ, മഡ് എക്സെട്ര, that is they should seek medical advice. പൈക്ക, PICA, പൈക്ക വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ് പൈക്ക. Then another one is last one is constipation. കോൺസ്റ്റിപ്പേഷനും വളരെയധികം കാണുന്നുണ്ട്. ഏർലി പ്രഗ്നൻസിയിലും ലേറ്റ് പ്രഗ്നൻസിയിലും ഒക്കെ വളരെയധികം കൂടുതലായിട്ട് വരുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ അതാണ് ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട മൈനർ ഡിസോർഡേഴ്സ്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ദാറ്റ് ഈസ് ദ ഡിസീസസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഓഫ് ദി മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം. മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ 2 കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ആൻഡ് ദെൻ ബാക്ക് പെയിൻ. അപ്പോൾ ഈ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഈസ് ദ മസിൽ ക്രാംസ്. അങ്ങനെ 2 കണ്ടീഷനാണ് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് 2 ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി മൂവ്സ് ഫോർവേഡ്സ്. there will be a bend at the back called lordosis during pregnancy. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് what will happen is that is the back muscle will be shortened and also abdominal muscles will be stretched. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ ബാക്ക് പെയിൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വാട്ട് അഡ്വൈസ് വി വിൽ ഗീവ്, എന്ത് അഡ്വൈസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത് that is they can adopt, that is whatever position they comfortable for them. ഏത് പൊസിഷൻ വേണേലും അവർക്കൊന്ന് സിറ്റിംഗ്, ലൈങ്, സ്റ്റാൻഡിങ്, നീലിംഗ്, ലിഫ്റ്റിംഗ് എക്സെട്ര, അങ്ങനെയുള്ള ആ ഏത് പൊസിഷൻ വേണം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ they have to seek. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ വയ്ക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏത് ഭാഗത്താണ് അവർക്ക്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിനെ ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിൽ കിടക്കുക. അതുപോലെ തന്നെ മോർ പില്ലോസ് ക്യാൻ ബി യൂസ്ഡ്, ആ പില്ലോസ് ഉപയോഗിക്കുക. അപ്പം അങ്ങനെ വരുന്ന അങ്ങനെ കംഫർട്ട് കൊടുക്കുക അവർക്ക്, അതാണ് ആ ബാക്ക് പെയിൻ റെസ്റ്റ് കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ. അപ്പം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക ബാക്ക് പെയിൻ.
അപ്പൊ അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്ന മസിൽ ക്രാംസ് ആണ്. മസിൽ ക്രാംസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ദാറ്റ് ഈസ് വൈറ്റമിൻ B1 ആൻഡ് കാൽസ്യം അങ്ങനെ പറയുന്നു. അപ്പൊ അതില് വൈറ്റമിൻ B1ന്റെയും കാൽസ്യത്തിന്റെയും ഡെഫിഷ്യൻസി കൊണ്ടാണ് മസിൽ ക്രാംസ് വരുന്നത്. ആ മസിൽ ക്രാംസ് വരുന്നത് ദാറ്റ് വിൽ ബി ഇസ്കീമിയ, ബ്ലഡ് സപ്ലൈ കുറയുന്നു, അല്ലെങ്കിൽ ലെവൽ ഓഫ് ബ്ലഡ് pH വേരിയേറ്റ്സ്, ബ്ലഡിന്റെ pH ലെവല് വ്യത്യാസം വരുന്നു. ആൻഡ് അനദർ വൺ ഈസ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഇതുകൊണ്ടൊക്കെ ഈ മസിൽ ക്രാംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇവർക്ക് എന്താണ് അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവര് വളരെയധികം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഫുഡ് ഐറ്റംസ്, കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് അവരോട് അഡ്വൈസ് ചെയ്യുക. ചീസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ യോഗട്ട്, അങ്ങനെയുള്ള ആ കിട്ടുന്ന ഫുഡുകൾ അവര് ഇത് ചെയ്യുക. അതായത് കാൽസ്യം സപ്ലിമെന്റ്സ് കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് അവർക്ക് അഡ്വൈസ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്നത് ഈ മസിൽ ക്രാംസ് വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ അവർക്ക് മസാജ്, ജെന്റിൽ മസാജിങ് കൊടുക്കുക, ആൻഡ് സ്ക്വീസ് ചെയ്യുക, ആ മസിൽസ് ഒന്ന് സ്ക്വീസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ കുറച്ചും കൂടെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ജെനിറ്റോ യൂറിനറി സിസ്റ്റം ആണ്. അവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉള്ളത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി ഓഫ് മെച്ചുറേഷൻ. മെച്ചുറേഷൻ മീൻസ് ദ ആക്ട് ഓഫ് പാസിംഗ് യൂറിൻ. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നു. അപ്പൊ അത് ഏർലി പ്രഗ്നൻസിയിലും ഉണ്ടാകാം, ഫസ്റ്റ് ട്രൈമസ്റ്ററിലും ലേറ്റർ പ്രഗ്നൻസിയിലും വരാം. ഫസ്റ്റ് ഏർലി പ്രഗ്നൻസിയിലാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഗ്രാവിഡ് യൂട്രസ് വിൽ സപ്രസ് ദ ബ്ലാഡർ. ബ്ലാഡറിനെ ആ യൂട്രസ് സപ്രസ് ചെയ്യുന്നു. ദ ഗ്രാവിഡ് യൂട്രസ് വിൽ സപ്രസ് ദ ബ്ലാഡർ. ബ്ലാഡറിനെ സപ്രസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഫ്രീക്വൻസി വരുന്നുണ്ട്. പക്ഷെ ഈ യൂട്രസ് വലുതായി വരുമ്പോൾ അബ്ഡോമിനിലേക്കൊക്കെ ആയി കഴിയുമ്പോൾ ദ കണ്ടീഷൻ വിൽ ഗെറ്റ് സം കംഫർട്ട്, അല്ലെങ്കിൽ ഈ കണ്ടീഷനിൽ നിന്ന് ഒരു റിലീഫ് വരുന്നു. പിന്നെ ലേറ്റർ പ്രഗ്നൻസിയിലാണെങ്കിൽ ദ എൻഗേജ്മെന്റ് ഓഫ് ദ ഹെഡ് ഇൻ ടു ദ പെൽവിസിലേക്ക് ഹെഡ് എൻഗേജ് ചെയ്യുന്ന ആ സമയത്ത് അങ്ങനെ വരുമ്പോഴും ഈ ബ്ലാഡറിനെ പ്രസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഫ്രീക്വൻസി ഓഫ് മെച്ചുറേഷൻ വരാം. അപ്പൊ ഫ്രീക്വൻസി ഓഫ് മെച്ചുറേഷനിൽ നമ്മൾ പറയുന്നത് ഇത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, അത് റൂൾഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അനദർ കണ്ടീഷൻ ഈസ് ലൂക്കോറിയ. ലൂക്കോറിയ എന്ന് പറഞ്ഞാൽ വൈറ്റ് നോൺ ഇറിറ്റന്റ് വെജൈനൽ ഡിസ്ചാർജ് വിച്ച് ഓക്കർ ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു ഇതാണ് നമ്മൾ ലൂക്കോറിയ എന്ന് പറയുന്നത്. അപ്പൊ അത് നോൺ ഇറിറ്റന്റ് ആണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വാട്ട് അഡ്വൈസ് വി വിൽ ഗിവ്, എന്ത് അഡ്വൈസ് ആണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് അഡ്വൈസ് ഈസ് വാഷിംഗ് ദ വാൾവ ഫ്രീക്വന്റ്ലി. അങ്ങനെ വാഷ് ചെയ്യാൻ പറയുക. പേഴ്സണൽ മെയിൻറ്റെയിൻ ദ പേഴ്സണൽ ഹൈജീൻ. Then another one is that is they have to use cotton clothes. Then another tights പോലെയുള്ള ഡ്രസ്സുകൾ അവോയ്ഡ് ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ്. അപ്പൊ അതുപോലെ തന്നെ അതിന് ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു ഇച്ചിങ് വരിക ആണെങ്കിൽ ദേ ഹാവ് ടു സീക്ക് മെഡിക്കൽ അഡ്വൈസ്. എന്നുവെച്ചാൽ അവർ ഗൈനക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ഈ ഇച്ചിങ് ഒക്കെ വരുമ്പോൾ അവർക്ക് ട്രൈക്കോമോണാസ് അല്ലെങ്കിൽ അതുപോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ജെനിറ്റോ യൂറിനറി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദാറ്റ് ഈസ് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് പ്രഗ്നൻസി എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിന്റ്സ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതൽ നന്നായിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.